സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരണം സംഭവിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആണ് മരം വീണ് പൊട്ടിയ ലൈനിൽ നിന്ന് ഷോക്കേറ്റ് സ്ത്രീ മരിച്ചത്. കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. മരം മുറിച്ചു മാറ്റണമെന്ന് അയൽവാസികളോടും വീടിന് മുകളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റാൻ KSEBക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്നാണ് ആരോപണം. അതെപ്പോഴും ഞങ്ങൾ പറയല അവരോട് അത് മുറിക്കണം എന്നുള്ള, പക്ഷെ അവര് അന്നേരമൊന്നും കേട്ടില്ല എന്നും പറയാറുണ്ട്. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാൽ ലൈൻമേലേക്കാ വീഴാന്നുള്ളൊരിത് ഉണ്ടായിരുന്നു. പക്ഷെ അവര് മുറിക്കാന്നുള്ള മനയിലൂടെ ഇതുവരെ ചെയ്തില്ല. അപ്പൊ ഇന്ന് പെട്ടെന്ന് ഇത് മരം വീണിട്ട് ലൈൻമേലേക്ക് വീണപ്പോ ഇല്ല, അത് ഒരു പറഞ്ഞു ഇതിന്റെ മുന്നേ അത് മാറ്റണം എന്നുള്ളത് വീടിന്റെ മേലെ കൂടെ ആയതുകൊണ്ട്. പക്ഷെ അന്നേരം എല്ലാരും കൂടി ഒത്ത് കുറെ പൈസ വേണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാറ്റാൻ പറ്റിയില്ല. പിന്നെ ഇതിങ്ങനെ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഇത് സംഭവിച്ചത്. ലൈൻ വീണ് ഉമ്മ വന്ന് എടുത്തു നോക്കും, എങ്ങനെ എന്താ സംഭവിച്ചത്? ഉമ്മ മരം ഒച്ച കേട്ടിട്ട് വന്നതാണ്. വന്നപ്പോ ചില മരം ഇങ്ങനെ ലൈൻ തൂങ്ങി നിന്നപ്പോ അത് അറിയാണ്ട് ഇങ്ങനെ പിടിച്ചു പോയതാണ്. അതേസമയം പരാതി നൽകിയെന്ന ആരോപണം നിഷേധിച്ച് KSEB ഉദ്യോഗസ്ഥനും രംഗത്തെത്തി. നമ്മുടെ അറിവിലില്ല, വന്നിട്ടില്ല, പരാതി ഒന്നും ലഭ്യമായിട്ടില്ല. ഇല്ല, ലഭിച്ചിട്ടില്ല. അറിയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ലൈനാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പിന്നെ വേറെ ആവശ്യമായ ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചു എന്ന് അതിന് പറയാനുള്ളൂ. മരണത്തിന് കാരണം KSEBയുടെ അനാസ്ഥയെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കൊയിലാണ്ടി KSEB ഓഫീസ് പ്രവർത്തകർ ഉപരോധിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദിൽഷ തിലകനാണ് ചേരുന്നത്. ദിൽഷ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇക്കാര്യത്തിൽ അനാസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു ജീവനാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. KSEBക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 3 പേരുടെ ജീവനാണ് ഇത്തരത്തിൽ നഷ്ടമായത്. ഏറ്റവും ഒടുവിലാണ് കൊയിലാണ്ടിയിൽ സ്ത്രീയുടെ ജീവൻ കൂടി നഷ്ടമായത്. എന്താണ് അവിടെ സംഭവിച്ചത്? പ്രതിഷേധം ഏതു തരത്തിലാണ്? സ്വാതി, നമ്മളിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി KSEB ഓഫീസിലാണ്. ഇവിടേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുന്നത്. അതായത് ഈ വീട്ടമ്മയുടെ മരണത്തിൽ KSEBയുടെ തികഞ്ഞ അനാസ്ഥ തന്നെ ഉണ്ട് എന്നാണ് KSEB പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതിൽ KSEB ഉദ്യോഗസ്ഥന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചത് വാക്കാലോ അല്ലെങ്കിൽ രേഖാമൂലമോ ഉള്ള യാതൊരു പരാതിയും ഈ വിഷയത്തിൽ ഇതുവരെയും KSEBക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് നാട്ടിലെ ജനപ്രതിനിധികളടക്കം പ്രതികരിച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ കുടുംബത്തിൽ നിന്ന് വാക്കാലോ രേഖാമൂലമോ ഒരു പരാതിയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ഈ സംഭവം ശ്രദ്ധിക്കുമായിരുന്നു, ഇതിൽ നടപടി ഉണ്ടാകുമായിരുന്നു എന്നാണ് അവരുടെ ഒരു പ്രതികരണം ഉണ്ടായത്. എന്തായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഇന്ന് ഏകദേശം 3 ശരി ദിൽഷ, വലിയ പ്രതിഷേധം തന്നെയാണ് കൊയിലാണ്ടിയിൽ. KSEBയുടെ ലൈൻ കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഇപ്പോൾ സ്ത്രീയുടെ മരണമുണ്ടായിരിക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ആണ്.